Next is change of scale theorem. Change of scale theorem. If Laplace transform of f of t equal to capital F of s and a greater than 0 is a constant, then Laplace transform of f of a t equal to 1 by a into f of s by a. Laplace transform of f of t equal to f of s, then Laplace transform of f of a t equal to 1 by a into f of s by a. Proof. Laplace transform of f of a t is equal to integral 0 to infinity e raised to minus st into f of a t dt equal to, here at is equal to u. ഒരു substitution കൊടുക്കുക. at is equal to u. Then a into dt equal to du. Then this is equal to integral 0 to infinity e raised to minus s into t. t is equal to what? at equal to u. Then t is equal to u by a. f of at is equal to u. f of u. dt is equal to what? du by a. So this is equal to 1 by a into 1 by a into integral 0 to infinity e raised to minus s by a u f of u du equal to 1 by a into, this is e raised to st ആണെങ്കിൽ നമുക്ക് f of s എന്ന് വിളിക്കാം. s by a ആണെങ്കിൽ ഇതിനെ f of s by a എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to t equal to, Laplace transform of e raised to t is equal to 1 by s minus 1. Find Laplace transform of e raised to at. എന്തായിരിക്കും വരിക? This is equal to 1 by a into f of s by a എന്നാണ് വരിക. 1 by a, ഇവിടെ എയുടെ പ്ലേസിൽ a തന്നെയാണ് വരുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 1 by a into, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എഫ് ഓഫ് എസ് എന്ന് വിളിക്കാം. അപ്പോൾ എഫ് ഓഫ് എസ് ബൈ എ എന്തായിരിക്കും? എസിൻ്റെ പ്ലേസിൽ എസ് ബൈ എ കൊടുക്കുക. ദറ്റ് ഈസ് ഈക്വൽ ടു 1 by s by a minus 1. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 1 by a into 1 by s minus a whole divided by a. That is equal to a cancel ചെയ്യാം. Answer is 1 by s minus a. Next question. Laplace transform of cos t equal to s by s square plus 1. Find Laplace transform of cos kt. അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത് എന്താ? k ആണ്. That is equal to 1 by a. 1 by a എന്ന് പറഞ്ഞാൽ 1 by k ഇൻറ്റു ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസിൻ്റെ പ്ലേസിൽ എസ് ബൈ കെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എസ് ബൈ കെ ഡിവൈഡഡ് ബൈ എസ് ബൈ കെ ഹോൾ സ്ക്വയർ പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by k ഇൻറ്റു എസ് ബൈ കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ സ്ക്വയർ വരും. ഇതുമായിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്ത് വരും ആൻസർ? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എസ് ബൈ കെ ഇൻറ്റു കെ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. നെക്സ്റ്റ് ഈസ് inverse Laplace transform. That is, if Laplace transform of f of t equal to capital F of s, then ഇതിൻ്റെ inverse, L inverse of f of s equal to f of t. ഇതിൻ്റെ Laplace transform f of s ആണെങ്കിൽ ഇതിൻ്റെ inverse transform ആയിരിക്കും f of t. Okay, Laplace of f of t equal to f of s, then L inverse of f of s equal to f of t.
നമ്മൾ ഓൾറെഡി കുറേ ഫോർമുല പഠിച്ചു കഴിഞ്ഞതാണ്. എൽ ഓഫ് 1 ഈക്വൽ ടു 1/s. അപ്പോൾ തിരിച്ചെന്തായിരിക്കും? എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഈക്വൽ ടു 1. എൽ ഓഫ് ടി ഈക്വൽ ടു 1/s സ്ക്വയർ. എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ ഈക്വൽ ടു ടി. എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു 1/s മൈനസ് എ. എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു എ ടി. എൽ ഓഫ് ടി റേസ് ടു എൻ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. എൽ ഇൻവേഴ്സ് ഓഫ് n factorial by s raised to n plus 1 equal to t raised to n. അതുപോലെ sin a t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം a by s square plus a square. ഇൻവേഴ്സ് എന്ത് വരും? sin a t. cos a t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s by s square plus a square. അത് തിരിച്ച് ഇങ്ങോട്ട് വരും. അതുപോലെ sin h a t അറിയാം. L ഇൻവേഴ്സ് ഓഫ് a by s square minus a square equal to sin h a t. and L of cos h a t equal to s by s square minus a square. L inverse of s by s square minus a square equal to cos h a t. Next question, find L inverse of 1 by s raised to 5. ഓക്കെ, ഇപ്പോൾ ഈ എസ് റൈസ് ടു 5 എന്നുള്ള ഈ ഫോം ഏതിലാണ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് ടി റൈസ് ടു എൻ എന്താ വരിക? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് റൈസ് ടു എൻ പ്ലസ് 1 ഫോമിലാണ് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചെന്ത് എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ ന്യൂമറേറ്റർ 1 വന്നിരിക്കുന്നത്, അപ്പോൾ എൻ ഫാക്ടോറിയൽ ഇല്ല. അപ്പോൾ 1 ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു ടി റൈസ് ടു എൻ. ഇവിടെ എൻ ഫാക്ടോറിയൽ ഇങ്ങോട്ട് വരുമ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, എൽ ഓഫ് ടി റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്ത് വരും? ടി റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ. ഇവിടെ എസ് റൈസ് ടു എൻ പ്ലസ് 1ന് പകരം വന്നിരിക്കുന്നത് S5 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ? 4 + 1 ആണ് അല്ലേ? 4 + 1 ആണ് 5. അപ്പോൾ n ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഇതേ ഫോമിൽ ആകുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റൈസ് ടു 5 ഈക്വൽ ടു എന്ത് വരും? എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? 4 ടി റൈസ് ടു എൻ, 4 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ടി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ. ഓക്കെ, ടി റൈസ് ടു 4 divided by 4 factorial. Next question, L inverse of 1 by s square plus 7. അപ്പോൾ ഈ ഫോമിൽ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. L ഓഫ് എന്തായിരുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി എന്താ പഠിച്ചിരിക്കുന്നത്? L ഓഫ് സൈൻ എ ടി ഈക്വൽ ടു, നമുക്കറിയാം എൽ ഓഫ് സൈൻ എ ടി ഈസ് ഈക്വൽ ടു വാട്ട്? ദിസ് ഈസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ ഫോമിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എയുടെ പ്ലേസിൽ വന്നിട്ടുള്ളത് എന്താ? √7 ആണ്. എയുടെ പ്ലേസിൽ വന്നിട്ടുള്ളത് √7. √7ൻ്റെ സ്ക്വയർ ആണ് 7. ഓക്കെ, അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എ, ഇവിടെ ന്യൂമറേറ്റർ 1 ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്തായിരിക്കും വരിക? ദിസ് ഈസ് ഈക്വൽ ടു, ആൻസർ എന്തായിരിക്കും വരിക? സൈൻ എ ടി ഡിവൈഡഡ് ബൈ എ. സൈൻ എ ടി ഡിവൈഡഡ് ബൈ എ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എന്താ വരിക? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു സൈൻ എ ടി എന്ന് പറയുമ്പോൾ സൈൻ √7t ഡിവൈഡഡ് ബൈ √7. Next, L inverse is a linear transform. L inverse of alpha into f of s plus beta into g of s equal to, alpha constant ആണ്, outside എടുക്കാം, alpha into L inverse of f of s plus beta into L inverse of g of s, where f of s and g of s are Laplace transform of f of t and g of t. Next question, L inverse of minus 2s plus 6 divided by s square plus 4. That is equal to L inverse of, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. minus 2s divided by s square plus 4 plus L inverse of 6 divided by s square plus 4 equal to, minus 2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഔട്ട്സൈഡ് എടുക്കാം. then s by s square plus 4 equal to cos 2t plus, ഇതിനെ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 4 ഒറ്റയ്ക്ക് നിൽക്കില്ല, ഇത് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമാണ്. അപ്പോൾ ഇവിടെ ഇത് ഏതിൻ്റെ സ്ക്വയറാണ്? 2ൻ്റെ സ്ക്വയറാണ്, 2 സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 ഓൾറെഡി ഉണ്ടെങ്കിലാണ് നമുക്കിതോടെ സൈൻ 2t എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 എന്ന് എഴുതാം.
6നെ 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ 3 മാത്രം നമുക്ക് ഔട്ട് സൈഡ് എടുത്താൽ മതി. ബാക്കി 2 ഇവിടെയുണ്ട്. 2/s²+4. 2/s²+4 ഇസ് ഈക്വൽ ടു sin 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 2/s²+4. ഓക്കെ, അപ്പോൾ 3 മാത്രം ഔട്ട് സൈഡ് എടുത്താൽ മതി. ദിസ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, L ഇൻവേഴ്സ് ഓഫ് s+1 ഹോൾ ക്യൂബ് ബൈ s⁴. ദറ്റ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, s+1 ഹോൾ ക്യൂബ് എന്ത് വരും, s³ + 3s² + 3s+1 ഡിവൈഡഡ് ബൈ s⁴. ദറ്റ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ്, സ്പ്ലിറ്റ് ചെയ്യുന്നു, s³ ബൈ s⁴, 3s² ബൈ s⁴, 3s ബൈ s⁴, 1 ബൈ s⁴. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ്, സ്പ്ലിറ്റ് ചെയ്യുക, L ഇൻവേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാം, 1/s, L ഇൻവേഴ്സ് ഓഫ് 1/s 1 plus 3 into L inverse of 1/s² t plus 3 into L inverse of s³ t² by 2 factorial plus L inverse of 1/s⁴ t³ by 3 factorial. Next question, L inverse of 10s by s² plus 16. 10 constant ആണ്, outside എടുക്കാം, 10 into L inverse of s by s² plus 16നെ നമുക്ക് 4² എഴുതാം. 10 ഇൻറ്റു ഇത് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, cos 2t. ഓക്കെ, 2ൻ്റെ സ്ക്വയർ ആണ് ഇവിടെ, cos 2t. നെക്സ്റ്റ്, L ഇൻവേഴ്സ് ഓഫ് 4s by 4s² plus 1 ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 4s, ഇതിൽ നിന്ന് 4 ഔട്ട് സൈഡ് എടുത്താൽ എന്താ വരിക, 4 ഇൻറ്റു s² plus 1/4 ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ്, ഈ 4 ക്യാൻസൽ ചെയ്തു, s by s² plus 1/4. 1/4 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാണ്, 1/2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 1/2t. ഇതിൻ്റെ ഇൻവേഴ്സ് വരുമ്പോൾ cos 1/2t. ദാറ്റ് ഈസ് ദി ആൻസർ.